ഇതാണ് കേട്ടോ നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, എങ്ങനെ വരക്കാമെന്ന് പഠിക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഔട്ട്ലൈൻസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഗ്രിഡ് ലൈൻസ് ഇട്ടിട്ട് ഞാൻ ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഷെയ്ഡിങ്ങിലേക്ക് കിടക്കാം. ഇവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ചാർക്കോൾ പെൻസിൽസും അതുപോലെ തന്നെ ചാർക്കോൾ പൗഡേഴ്സുമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഹെയറിൻ്റെ അതായത് ബാക്ക്ഗ്രൗണ്ട്, ലെഫ്റ്റ് സൈഡത്തെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ആദ്യമായിട്ട് കവർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ചാർക്കോൾ പൗഡറാണ്. ചാർക്കോൾ പൗഡർ നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് പതുക്കെ പതുക്കെ, ഇവിടെ ഞാനൊരു ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് മേക്കപ്പ് ബ്രഷൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. കുറച്ച് വലിപ്പമുള്ളൊരു ബ്രഷ് യൂസ് ചെയ്യുക. നമുക്ക് റൈറ്റ് സൈഡിലത്തെ ബാക്ക്ഗ്രൗണ്ട് ഏരിയാസ് നമുക്ക് ഡാർക്കൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഒരു നല്ലൊരു ഡാർക്കുള്ള ഒരു ഏരിയാസാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ ബ്രഷിൽ നമ്മൾക്ക് പതുക്കെ പതുക്കെ ചാർക്കോൾ പൗഡർ മുക്കിയിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുന്നു. നമ്മൾ ചാർക്കോൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമുക്ക് ലെയർ വൈസ് ലെയർ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഫസ്റ്റ് ലെയർ നമുക്ക് പതുക്കെ പതുക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഒന്നുകൂടി നമുക്കിവിടെ ചാർക്കോൾ പൗഡർ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്ക്നെസ് ആയിരിക്കും കിട്ടുക. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് നല്ലൊരു ഡാർക്ക്നെസ് കിട്ടിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരു പ്രാവശ്യം അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ലൈറ്റ് ഷെയ്ഡേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന നെറ്റിയുടെ മുകൾ വശത്തെ ആ ബാക്ക്ഗ്രൗണ്ട് ഏരിയ ഒക്കെ ഒന്ന് കവർ ചെയ്ത് വിടാം. കുറച്ചൊന്ന് അടിപൊളിയായിട്ട് ബ്ലാക്ക്നെസ് ആക്കിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് റിയലിസ്റ്റിക് ലുക്ക് കിട്ടുന്ന ഒരു ഡ്രോയിങ് ആണിത്. അപ്പോൾ തുടക്കം മുതലേ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഡ്രോയിങ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായി ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക. റിയലിസ്റ്റിക് ഡ്രോയിങ് എങ്ങനെ വരക്കാം, എങ്ങനെ ഷെയ്ഡിങ് ചെയ്യാം എന്നത് ഏറ്റവും സെറ്റ് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രിഡ് ലൈൻസ് ഇട്ടിട്ട് എങ്ങനെ ഔട്ട്ലൈൻസ് ചെയ്യാം എന്ന വീഡിയോസൊക്കെ ഞാൻ അവൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത കൂട്ടുകാരാണ്, അതൊന്ന് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻസ് എങ്ങനെ വരക്കാം നമുക്ക് ഐഡിയ കിട്ടും. അതിനുശേഷം നമുക്ക് ഷെയ്ഡിങ്സ് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം. ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഷെയ്ഡിങ്സ് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, മലയാളത്തിൽ നല്ല ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവരും വെക്കേഷനൊക്കെ ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഡ്രോയിങ്സൊക്കെ നല്ല ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എവിടെയും ട്യൂഷനൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. ഞാനിവിടെ ബ്രഷ് നമ്മൾ ചാർക്കോൾ പൗഡർ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഫസ്റ്റ് സെറ്റാക്കി എടുക്കാം. ഇവിടെ റൈറ്റ് സൈഡത്തെ ഈ ഒരു പോർഷൻസൊക്കെ നല്ലപോലെ ഡാർക്കൻ ചെയ്ത് എടുക്കുക. പതുക്കെ 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 ബ്ലെൻഡ് ചെയ്ത് നമുക്കിവിടെ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഏരിയാസ്. പതുക്കെ പതുക്കെ ഞാൻ ഇവിടെ ഷെയ്ഡിങ്സ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു സ്പീഡില്ലാത്തൊരു വീഡിയോ ആണ്. നമുക്ക് വെച്ചാൽ ഏറ്റവും സെറ്റ് ഇത് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. ഏകദേശം നമുക്കൊരു 2.5 മണിക്കൂറിനോളം വരുന്ന ഒരു വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്യാൻ പഠിക്കാം. ഇനി നമുക്ക് ഹെയറിൻ്റെ പോർഷൻസ് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡാർക്കൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ഡാർക്കൻ ചെയ്യാം. അതുപോലെ തന്നെ ഹെയറിൻ്റെ പോർഷൻസും നമുക്കൊന്നുകൂടി ഒന്ന് കട്ട് ചെയ്യാക്കി എടുക്കാം. ഈ ഒരു പോർഷൻസൊക്കെ നല്ല ഡാർക്കാണുള്ളത്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചാർക്കോൾ പൗഡർ അപ്ലൈ ചെയ്യുക, ജസ്റ്റ് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ പേപ്പറിൽ വെച്ച് പതുക്കെ 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 ലെയറായിട്ട് നമുക്കിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുകളിലോട്ട് എടുത്തെടുത്ത് പോകാം. ഹെയറിൻ്റെ പോർഷൻസൊക്കെ പതുക്കെ പതുക്കെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ചാർക്കോൾ പെൻസിൽ ഡ്രോയിങ് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനുള്ള ഒരു ഇതായിരിക്കും. പക്ഷേ നമുക്ക് പെൻസിൽ ഡ്രോയിങ് ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇത് നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചാർക്കോൾ പൗഡർ അപ്ലൈ ചെയ്യുന്നുണ്ട്. വീണ്ടും ഞാൻ പ്രസ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഹെയറിൻ്റെ പോർഷൻസ് മുകളിലത്തെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് ആ ഡാർക്ക്നെസ് വരുന്നവരെ നമുക്ക് ഇവിടെ ചെയ്യണം. ഓക്കെ, നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം. വീണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. വീണ്ടും അവിടെ കറക്റ്റായിട്ട് ഇവിടെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും ആ ചാർക്കോൾ പൗഡറിൽ. അപ്പോൾ അതൊക്കെ നല്ലപോലെ മിക്സ് ആക്കിക്കൊണ്ട് തന്നെ ബ്ലെൻഡാക്കി നല്ല ഡാർക്കണാക്കിയിട്ട് വേണം നമുക്കിവിടെ സെറ്റാക്കി എടുക്കാം. പതുക്കെ പതുക്കെ കറക്കി കൊണ്ടുവരാം. ലെഫ്റ്റിലെ ഹെയറൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവരാം. ഇവിടെ ഓരോരോ പോർഷൻസായിട്ട് ചെറിയ പോർഷൻസായിട്ട് നമുക്ക് തീർത്തുകൊണ്ട് വേണം നമുക്കിവിടെ
ഡ്രോയിങ് ചെയ്യാൻ വളരെ സാവധാനം ചെയ്യണം. ക്ഷമ ഇവിടെ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഏകദേശം 2-2.5 മണിക്കൂർ നിങ്ങൾ ഇരിക്കണം. അതായത് ഒരു പേപ്പറും എടുത്തിട്ട് ചാർക്കോൾ പൗഡർ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽസിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെയും ട്യൂട്ടോറിയൽസ് ഇതുപോലത്തെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഗ്രാഫൈറ്റ് ഡ്രോയിങ്സ് ഒക്കെ നല്ലോണം ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ചാർക്കോൾ പെൻസിൽ ഡ്രോയിങ് ആണ്. അപ്പം ഇതിന് ശേഷം ഞാൻ ഒരു റിയലിസ്റ്റിക് ഡ്രോയിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ശ്രീനിവാസിൻ്റെ എനിക്ക് നല്ലൊരു വ്യൂ വന്ന ഷോർട്സിൽ നല്ലൊരു വ്യൂ വന്ന ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ ആ ഒരു വീഡിയോസ് എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാം എന്നൊരു പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം സൂപ്പറായിട്ട്. ഓക്കെ, നിങ്ങളുടെ ഈ ഹെയറിൻ്റെ ഒരു ഡാർക്ക്നെസ് ഫസ്റ്റായിട്ട് ബേസായിട്ട് നമുക്കിവിടെ സെറ്റാക്കി എടുക്കണം. പതുക്കെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക. നമുക്ക് ആ ഡാർക്ക്നെസ് എത്രത്തോളം വേണം അത്രത്തോളം നമ്മളിവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. പെട്ടെന്ന് ഒരു ലെയർ ചെയ്തിട്ട് പോകാൻ പറ്റില്ല. നമുക്കൊരു ഡാർക്ക്നെസ് അത്രത്തോളം തന്നെ നമുക്കിവിടെ അപ്ലൈ ചെയ്യുക. പതുക്കെ ഡയറക്ഷൻസ്, ആ മുടിയുടെയൊക്കെ ഡയറക്ഷൻസ് നമ്മൾ നോക്കിയിട്ട് വേണം ഇവിടെ പതുക്കെ ചെയ്യാൻ. ഞാൻ ഈ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് സ്പീഡ് കൂടുന്നുണ്ട് വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ലോങ് വീഡിയോ ആകുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് എല്ലാം നമുക്കിവിടെ ഹെയറിൻ്റെ പോർഷൻസ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അത് കുറേ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ചെറിയൊരു സ്പീഡ് ഞാൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ളായിട്ട് ഞാൻ ഇവിടെ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ബ്ലാക്ക് നമ്മളിവിടെ ചാർക്കോൾ പൗഡർ വെച്ചിട്ട് പതുക്കെ സെയിം പ്രോസസ്സ് നമ്മുടെ ഹെയറിൻ്റെ എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത് അവിടേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുന്ന ചെറിയൊരു പോർഷൻസും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ ഹെയറിൻ്റെ ആ ഒരു പോർഷൻസ് നമ്മൾ ഫുള്ളായിട്ട് നമ്മളിവിടെ ഡാർക്കൻ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമുക്കിവിടെ അടുത്ത ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് പിടിക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, സോറി കൂട്ടുകാരെ, നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ആ ഹെയറിന് ഡീറ്റെയിലിംഗ് കൊടുത്തത് എന്ന് വെച്ചാൽ ഇങ്ങനെ റെക്കോർഡായില്ല. നമ്മൾ റെക്കോർഡിംഗ് ബട്ടൺ ഓഫായിരുന്നു, സോറി. നമ്മളിവിടെ ബാക്കി വരുന്ന നമുക്ക് ഏരിയാസ് നമുക്ക് സെറ്റാക്കാം. നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു പോർഷൻസ് നമുക്കിവിടെ പതുക്കെ വരച്ചെടുക്കുകയാണ്. പിന്നെ നമുക്കിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ച് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിടാം. കറക്റ്റായിട്ട് ഞാൻ ഇവിടെ ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ബാക്കി വരുന്ന ചെവിയുടെ പോർഷൻസൊക്കെ നമുക്ക് പതുക്കെ കുറച്ച് നമുക്കിവിടെ ചാർക്കോൾ പൗഡർ നമ്മൾ ബ്രഷിലും എടുത്തിട്ട് നല്ല പോലെ ഒന്ന് അധികം കട്ടിയില്ലാതെ വളരെ സ്മൂത്തായിട്ട് വേണം ഇവിടെ ചെവിയുടെ പോർഷൻസിൽ നമുക്കിവിടെ ഫസ്റ്റ് ലെയറായിട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ സാധാരണ പെൻസിൽ ഡ്രോയിങ് എങ്ങനെയാണ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ പെൻസിൽ ഷെയ്ഡിങ് നമ്മൾ HB ചെയ്യാറില്ല, അതുപോലെ തന്നെ നമ്മളിവിടെ ലൈറ്റ് ഷെയ്ഡിങ്സ് കൊടുക്കുക ചെവിയുടെ പോർഷൻസിൽ. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് സൈഡും നമുക്കിവിടെ കറക്റ്റായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി നമുക്ക് ഒന്ന് സ്മൂത്താക്കി എടുക്കാം. കറക്റ്റായിട്ട് എല്ലാ ഏരിയയിലും നമുക്ക് ചാർക്കോൾ പൗഡർ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ റെഡിയാക്കി എടുക്കാം. ഇനി ഇവിടെ ഞാനൊരു സോഫ്റ്റ് ചാർക്കോൾ വെച്ചിട്ട് ഞാനിവിടെ ചെവിയുടെ ഉൾഭാഗത്ത് ഡീറ്റെയിൽസും ഡാർക്ക്നെസ് ഏരിയയും ഞാൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നല്ലപോലെ ഒരു ഡാർക്ക്നെസ് ഏരിയാസാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മേക്കപ്പ് ബ്രഷൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് പെൻസിൽ വെച്ചിട്ട് ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ഉള്ളിലത്തെ ഡീറ്റെയിൽസ് ഡാർക്ക്നെസ് പോർഷനൊക്കെ ജസ്റ്റ് ഷെയ്ഡിങ് ചെയ്യാം. നല്ലപോലെ ഡാർക്കൺ ചെയ്തിട്ട് കാണിക്കാം. പതുക്കെ ഷെയ്ഡ് ചെയ്യാണ്. ഉൾഭാഗമൊക്കെ നല്ലപോലെ ഡാർക്കൻ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് ഡാർക്കൻ ചെയ്യുക, പതുക്കെ ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ ഏകദേശം നമുക്ക് ഫില്ലപ്പ് ആകാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചെയ്തത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് മേക്കപ്പ് ബ്രഷ് ഞാൻ എടുത്തിട്ടുണ്ട്, ചെറിയൊരു സ്മൂത്ത് മേക്കപ്പ് ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് വിടുക. കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഡാർക്ക്നെസ്സാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചാർക്കോൾ പൗഡർ വെച്ചിട്ട് ഹെയറിൻ്റെ പോർഷൻസ് കൊടുത്തതിനെക്കാട്ടും നല്ലൊരു ഡാർക്ക്നെസ്സാണ് ഇപ്പോൾ ഇതിന് കിട്ടുന്നത്. ഇത് വെച്ച് നമുക്ക് ഹെയർ ചെയ്യാം, പക്ഷേ ഹെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ പെൻസിലിന് കുറേ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഓക്കെ, നമുക്കിവിടെ ചെവിയുടെ മടക്ക് നമുക്കിവിടെ കാണിക്കാം.
ഓൾറെഡി നമ്മളിവിടെ ഷെയ്ഡ് ചെയ്ത അതിൽ ഡാർക്ക്നെസ്സിലുള്ള ചാർക്കോൾ പൗഡർ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ബ്രഷ് വെച്ച് ടച്ച് ചെയ്തിട്ട് അതിൽ തന്നെ ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ആ ഒരു ഷെയ്ഡോസ് നമുക്ക് ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. പതുക്കെ 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 ആ സെക്കൻഡ് ലെയർ മാതിരി നമുക്കിവിടെ ഷെയ്ഡോസ് നമുക്കൊന്നുകൂടി ഡാർക്ക്നെസ് ചെയ്തിട്ട് എടുക്കാം. കറക്റ്റായിട്ട് ലൈറ്റ്നെസ്സും ആ ഡാർക്ക്നെസ്സും നോക്കിയിട്ട് വേണം നമുക്കിവിടെ ചെയ്യാൻ. ഇല്ലെങ്കിൽ ആ ചെവിയുടെ ഒരു ആകൃതിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കറക്റ്റായിട്ട് എവിടേക്കാണ് ലൈറ്റ്നെസ് വേണ്ടത്, അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഡാർക്ക്നെസ് പോകുന്നത്, ആ ഒരു പ്രഷർ ലൈറ്റ് ആൻഡ് ഡാർക്ക് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, നമുക്കിവിടെ ചെവിയുടെ ഓൾമോസ്റ്റ് നമ്മുടെ സെക്കൻഡ് ലെയറും നമുക്കിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ഗ്യാപ്പ് കട്ടിയുണ്ട്. അപ്പോൾ അവിടെയും നമുക്കിവിടെ കട്ട് ചെയ്തിട്ട് കാണിക്കുക. ഓക്കെ, പതുക്കെ പതുക്കെ മേക്കപ്പ് ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക. കറക്റ്റായിട്ട് പതുക്കെ പതുക്കെ അത് ചെയ്യുന്നുണ്ട്. അധികം കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ല റിസൾട്ടായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ ചെവിയുടെ പോർഷൻസ് കറക്റ്റായിട്ട് ഞാൻ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വരുന്ന കൃതാവിൻ്റെയൊക്കെ ഏരിയാസ് നമുക്ക് സെറ്റാക്കി എടുക്കാം. താഴോട്ട് നിൽക്കുന്ന മുടിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. പതുക്കെ പതുക്കെ ഇവിടെ വരക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ലപോലെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഡാർക്ക്നെസ്സൊക്കെ നമുക്ക് ടച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പേപ്പർ സ്റ്റമ്പ് ഉപയോഗിക്കുന്ന ചെറിയ പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്നുകൂടി നമുക്ക് ഡാർക്ക്നെസ് ചെവിയുടെ മടക്കുകൾ നമുക്കിവിടെ സെറ്റാക്കി എടുക്കാം. ഇവിടെയൊക്കെ ഡാർക്ക്നെസ് ഒന്ന് കൊടുക്കുക കറക്റ്റായിട്ട്. ആ ഡാർക്ക് ഷെയ്ഡ് അതിൽ തന്നെ ആ ചാർക്കോൾ പൗഡർ തന്നെ ടച്ച് ആയിക്കൊണ്ട് തന്നെ ആ ഷെയ്ഡോസ് നമുക്ക് എടുത്തിട്ട് നമുക്ക് ചെവിയുടെ ആകൃതി നമുക്കിവിടെ സെറ്റാക്കി എടുക്കാം. ഓക്കെ, പതുക്കെ പതുക്കെ ഞാൻ ഇവിടെ സെറ്റാക്കുന്നുണ്ട്. ചെവിയുടെ ആകൃതി നമുക്കിവിടെ കറക്റ്റായിട്ട് ഷേപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ച് നമുക്കൊന്നുകൂടി സ്മഡ്ജ് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് ആ ഷെയ്ഡോസ്. ഓക്കെ, ഒരു ചെവിക്ക് തന്നെ ഇത്രയും ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ശ്രദ്ധിച്ച് നമ്മൾ നോക്കിയിട്ട് പതുക്കെ പതുക്കെ ടൈം എടുത്തിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ചെവി തന്നെ ഫസ്റ്റ് റെഡി ആയിട്ടുള്ള ഫുള്ളായിട്ട് നമുക്ക് ചെവി ഫോക്കസിങ് കൊടുക്കണം. അതിനുശേഷം മാത്രം ഓരോ ഏരിയാസ് നമുക്ക് സ്റ്റെപ്പായി ചെയ്യാം. നമുക്ക് ഈ കഴുത്തിൻ്റെ അതായത് കുറച്ച് മുടിയുടെ പോർഷനുണ്ട്, ഇവിടെ ഡാർക്ക്നെസ് ആണ് വരുന്നത്. അപ്പോൾ അതുപോലെ നമുക്കിവിടെ ആ ഡാർക്ക്നെസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന ചെവിയുടെ പോർഷൻസൊക്കെ നമുക്കിവിടെ ചാർക്കോൾ പെൻസിൽ, സോഫ്റ്റ് ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം. സൂപ്പറായിട്ട് ഇവിടെ ഹെയറിൻ്റെ പോർഷൻസൊക്കെ നമുക്കിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, ഏകദേശം ഓൾമോസ്റ്റ് നമ്മുടെ ഹെയറിൻ്റെ പോർഷൻസൊക്കെ നമുക്കിവിടെ തെറിച്ച് നിൽക്കുന്ന ഹെയറൊക്കെ നമുക്ക് ജസ്റ്റ് വരച്ച് വിടാം. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ പോർഷൻസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കി വരുന്ന ഏരിയാസൊക്കെ മേക്കപ്പ് ബ്രഷ് വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ചെവിയുടെ ഇവിടേക്ക് കുറച്ച് ഷെയ്ഡിങ്സ് ലൈറ്റ് ഡാർക്ക്നെസ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡാർക്ക്നെസ് വാല്യൂ വരുന്നവർക്ക് നമുക്കിവിടെ ഷെയ്ഡിങ്സ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് നെറ്റിയുടെ ഭാഗം കിടക്കാം. നെറ്റിയുടെ ഭാഗത്ത് നമുക്ക് ഫസ്റ്റായിട്ട് നമുക്കിവിടെ ലൈറ്റ് ഷെയ്ഡായിട്ട് നമുക്കിവിടെ കൊണ്ടുവരാം. നമ്മൾ ചാർക്കോൾ പൗഡറിൽ ലൈറ്റായിട്ട് പ്രസ് ചെയ്തിട്ട് അതായത് ബ്രഷ് മുക്കിയിട്ട് നമുക്കിവിടെ പതുക്കെ പതുക്കെ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ പതുക്കെ പതുക്കെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നെറ്റിയുടെ മുകൾ വശത്ത് നിന്ന് താഴോട്ടേക്ക് പതുക്കെ പതുക്കെ നമ്മൾ ചാർക്കോൾ പൗഡറിൽ നമ്മൾ മുക്കിയിട്ട് ഇവിടെ ഞാൻ കുറച്ച് വലിയ ഏരിയ കൊണ്ടാണ് നമ്മുടെ ഫ്ലാറ്റ് ബ്രഷ് വീണ്ടും യൂസ് ചെയ്യാണ്. നമുക്കിവിടെ ഫുൾ ഏരിയ നമുക്കിവിടെ കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫ്ലാറ്റ് ബ്രഷ് നമ്മൾ ലൈറ്റ് ഷെയ്ഡിങ്സ് നമുക്കിവിടെ ചെയ്യാം. അതായത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ നമുക്കിവിടെ ബേസിക്കായിട്ട് നമുക്കിവിടെ ഒരു ഷെയ്ഡോസ് കിട്ടും. ഒരു ലെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ റൗണ്ട് ബ്രഷും യൂസ് ചെയ്യുന്നുണ്ട്. റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് വരുന്നുണ്ട്. സ്മൂത്ത് ആയിട്ടുള്ളൊരു റൗണ്ട് ബ്രഷ് ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, നിങ്ങൾ പെയിൻ്റൊക്കെ ചെയ്ത ബ്രഷ് യൂസ് ചെയ്യാതെ നമ്മൾ സെപ്പറേറ്റായിട്ട് പെൻസിൽസിന് തന്നെ സെപ്പറേറ്റായിട്ട് ഈ ബ്രഷൊക്കെ വെക്കണം. വേറൊരു മേക്കപ്പ് ബ്രഷ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ നമുക്ക് സ്മഡ്ജ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ വലിയ ബ്രഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഏരിയാസൊക്കെ നല്ലപോലെ സ്മഡ്ജ് ചെയ്ത് കിട്ടും.
ഇനി അവിടെ മുകളിലത്തെ ഏരിയയൊക്കെ നമുക്ക് പതുക്കെ സ്മഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് വീണ്ടും നമുക്ക് ചാർക്കോൾ പൗഡറിൽ മുക്കിയിട്ട് ലൈറ്റായിട്ട് നമുക്കിവിടെ കൊണ്ടുവരാം. ലൈറ്റായിട്ട് ഇവിടെ ബ്ലെൻഡിങ് ചെയ്ത് എടുക്കാം. കണ്ണിൻ്റെ പിരികത്തിൻ്റെ മുകളിൽ നിന്ന് ജസ്റ്റ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഒരു ഏരിയാസ് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തിരിയും. ലെഫ്റ്റ് സൈഡിൽ റെഫറൻസ് നോക്കി കഴിഞ്ഞാൽ കണ്ണിന് പിരികത്ത് മുകളിലോട്ട് നെറ്റിയുടെ ഭാഗത്ത് കുറച്ച് ഡാർക്ക്നെസ്സിൽ ഷേഡോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ആ നെറ്റിയുടെ ഭാഗത്ത് കുറച്ച് ഡാർക്ക്നെസ്സുള്ള ഏരിയാസ് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെയും നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇവിടെ പതുക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഞാനിവിടെ ഷേഡോസ് നമുക്ക് വീണ്ടും ഞാൻ ഇവിടെ കുറച്ച് ചാർക്കോൾ പൗഡർ എടുത്തിട്ട് ഞാൻ ഒന്നുകൂടി ഒരു ലെയർ കൂടി നമ്മുടെ ഷേഡോസ് ഒന്നുകൂടി ഡാർക്ക്നെസ് ആയിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ സെക്കൻഡ് ലെയർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഓക്കെ നെറ്റിയുടെ ആ ഒരു ഷേപ്പ് ജസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ബാലൻസ് പോർഷൻസ് നമുക്കിവിടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരണം. ഇനി നമുക്കിവിടെ വീണ്ടും ഞാനിവിടെ കറക്റ്റായിട്ട് അതായത് കൺപിരികത്തിൻ്റെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കൺപിരികത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് പതുക്കെ അപ്ലൈ ചെയ്യാം. അതായത് ചാർക്കോൾ പൗഡർ ലൈറ്റായിട്ട് മുക്കിയിട്ട് നമുക്കിവിടെ ലൈറ്റ് ഷേഡോസ് നമുക്കിവിടെ കൊണ്ടുവരാം. എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് വേണം നമ്മളിവിടെ പെൻസിൽ ഷെയ്ഡിങ്ങിൽ നമുക്ക് ചെയ്യാൻ. ഒരിക്കലും ഡാർക്ക് നിന്ന് ലൈറ്റിലേക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ ലൈറ്റിൽ നിന്ന് ഡാർക്കിൽ വേണം ചെയ്യാൻ. ഓക്കെ ഓൾമോസ്റ്റ് നമ്മൾ ബേസായിട്ട് നമുക്കൊരു ഷേഡോസ് കിട്ടിയിട്ടുണ്ട്, ലൈറ്റ് ഷേഡോസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ വരുന്ന ഡാർക്ക്നെസ് വാല്യൂസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. എവിടേക്കാണോ ഡാർക്ക്നെസ് വേണ്ടത് അവിടേക്ക് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ കുറച്ച് നമ്മൾ ചാർക്കോൾ പൗഡർ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടി പതുക്കെ നമുക്കിവിടെ ലെയർ ബേസായിട്ട് നമുക്കിവിടെ കൊണ്ടുവരാം. നെറ്റിയുടെ ഒരു ഷേഡോസ് നമുക്ക് ഇവിടെ എടുത്തു വരാം. പതുക്കെ താഴോട്ട് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷൻസ് ഒന്നും കൂടി നമുക്കൊന്ന് ഡാർക്കൻ ചെയ്യേണ്ടതുണ്ട്. ബാക്കി വരുന്ന ഇവിടെ ലൈറ്റ്നെസ് ഉള്ള ഭാഗമൊക്കെ ജസ്റ്റ് ലൈറ്റ്നെസ് ആയിട്ട് കൊടുക്കുക. നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി നമുക്ക് ലെയർ കടത്തുമ്പോൾ നമുക്കതിൻ്റെ റിയലിസ്റ്റിക് ലുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഫസ്റ്റായിട്ട് നമ്മുടെ ലൈറ്റ് എഫക്റ്റ് തന്നെ നമുക്കിവിടെ ഹൈലൈറ്റ്സും അതുപോലെ തന്നെ ഡാർക്ക്നെസ് ഏരിയയൊക്കെ നമുക്ക് ഇതിൽ തന്നെ കാണിക്കാവുന്നതാണ്. ഓക്കെ പതുക്കെ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നെറ്റിയുടെ ഭാഗം നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി നമുക്കിവിടെ ഷേഡോസ് നമുക്കൊന്നുകൂടി ഡാർക്ക്നെസ് ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മൾ ചാർക്കോൾ പൗഡറിൽ യൂസ് ചെയ്യാം. ഞാൻ രണ്ടാമത് ചാർക്കോൾ പൗഡർ എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഡാർക്ക്നെസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡാർക്ക്നെസ്സുള്ള വാല്യൂസ് നമുക്കൊന്നുകൂടി ക്രിയേറ്റ് ചെയ്യാം. നെറ്റിയുടെ ഇവിടെ നിന്നൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കുറച്ച് ഡാർക്ക്നെസ്സായിട്ടുള്ള ഷേഡോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻസ് പിന്നെ ഇവിടെ ലൈറ്റായിട്ട് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ കുറച്ചൊരു ലൈറ്റ്നെസ് പക്ഷേ മിക്സിംഗ് ആയിട്ട് കാണിക്കാം. രണ്ടും കൂടി മർജ് ചെയ്തിട്ട് ഈ ഒരു പോർഷൻസ് കുറച്ച് ഡാർക്ക്നെസ് ആണ് ഷേഡോസ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ ആ ഡാർക്ക്നെസ് ഷേഡോസ് കാണിക്കാം. ഓക്കെ അതുപോലെ തന്നെ പിരികത്തിൻ്റെ മുകളിലോട്ടുള്ള ഏരിയാസും നമുക്കിവിടെ ബ്ലെൻഡ് ചെയ്ത് കാണിക്കാം. നെറ്റിയുടെ ആ ഒരു ഭാഗമൊക്കെ നല്ല പതുക്കെ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ആ ഒരു കളർ വാല്യൂവിൽ നമുക്കിവിടെ എത്തിച്ചേരാം. അതായത് ഷെയ്ഡിങ്സ് ഡാർക്ക്നെസ് എത്രയുണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് പതുക്കെ ബ്ലെൻഡ് ചെയ്യുക. മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് അധികം പ്രസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ആ ഒരു വാല്യൂസ് കിട്ടുന്നവരെക്കും നമുക്ക് കറക്റ്റായിട്ട് പതുക്കെ ബ്ലെൻഡ് ചെയ്ത് ആ ഒരു ലെവലിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് നെറ്റിയുടെ ആ ഡാർക്ക്നെസ് നമുക്ക് ലെയർ വേണം. നമുക്കിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ പെൻസിൽ ഷെയ്ഡിങ് ചെയ്യുന്ന പോലെ തന്നെ പതുക്കെ ബ്ലെൻഡ് ചെയ്യുക. അധികം സ്പീഡ് ചെയ്യാൻ പറ്റില്ല. പതുക്കെ ചെയ്ത് നമുക്ക് ആ നെറ്റിയുടെ ആ ഒരു ഷേഡോസ് എടുത്തു വരികയാണ് ചെയ്യേണ്ടത്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ റെഫറൻസ് പിക്ചർ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ചില ഭാഗങ്ങൾ ഡാർക്ക് ഉണ്ട്, ചില ഭാഗങ്ങൾ ലൈറ്റ് ഉണ്ട്. നമുക്ക് കണ്ണിൻ്റെ ആ ഒരു പോർഷൻസ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഡാർക്ക്
ഇതിലേക്ക് ഹാർഡ് ചാർക്കോൾ പെൻസിൽ എടുത്തിട്ടാണ് ഞാനിവിടെ കൺപിരികം ഞാൻ വരക്കുന്നത്. അപ്പോൾ പതുക്കെ പതുക്കെ നമുക്കിവിടെ ലെയർ വൈസ് ലെയറായിട്ട് നമുക്കിവിടെ നല്ലപോലെ ചാർക്കോൾ പെൻസിൽ നല്ല ഷാർപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ കണ്ണിൻ്റെ പിരികം ഓരോ ലെയേഴ്സായിട്ട് നമുക്കിവിടെ വരച്ചെടുക്കാം. റൈറ്റ് സൈഡിലെ കണ്ണിൻ്റെ പിരികമാണ് ഞാനിവിടെ പതുക്കെ പതുക്കെ വരക്കുന്നത്. നമ്മൾ ഷാർപ്പറിൽ നമുക്ക് ചെയ്തതിന് ശേഷം മുന ഷാർപ്പൻ ചെയ്തതിന് ശേഷം നമുക്ക് പതുക്കെ ബ്ലേഡ് കൊണ്ട് നമുക്ക് ഒന്നുകൂടി ഷാർപ്പൻ ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്കിവിടെ മുന പൊട്ടാതെ പതുക്കെ പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ബാക്കി വരുന്ന നെറ്റിയുടെ പൊസിഷൻ നമുക്ക് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഒരു ലെവലിൽ നമുക്ക് എത്തിക്കാവുന്നതാണ്. ഓക്കെ, പിരികം വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ലൊരു ലുക്കാണ് കിട്ടുന്നത്. പിരികം നമുക്ക് ഒന്നുകൂടി നമുക്ക് ഡാർക്ക്നെസ്സുള്ള ഹെയർസൊക്കെ ജസ്റ്റ് വരച്ച് വിടാം. സെയിം നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലത്തെ അതിലും നമുക്കിവിടെ വരക്കാം. പതുക്കെ പതുക്കെ ഞാൻ ഇവിടെ കൺപിരികം വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഡാർക്ക് ആയിട്ടുള്ള ഹെയർസ്, അതായത് പിരികം നമ്മൾ കറക്റ്റായിട്ട് ഓരോരോ ലെയേഴ്സായിട്ട് ഓരോരോ രോമങ്ങൾ വരയ്ക്കുക. എന്നിട്ട് ഒരു ആംഗിളിലായിട്ട് കറക്റ്റ് നോക്കിയിട്ട് അതേ ഡയറക്ഷനിൽ നമ്മൾ വരച്ചിടുകയാണ് ചെയ്യുന്നത്. ഓരോരോ പിരികവും നമ്മൾ ആ ഒരു ഡയറക്ഷനിൽ കറക്റ്റായിട്ട് വരക്കുന്നുണ്ട്. താഴോട്ട് തെറിച്ച് നിൽക്കുന്ന ചെറിയ ചെറിയ രോമങ്ങൾ നമ്മൾ വരക്കാം, പിരികങ്ങൾ വരക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് മേക്കപ്പ് ബ്രഷ് വെച്ച് അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പം നമുക്ക് 2 പിരികം നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കണ്ണിലേക്ക് കിടക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലെ കണ്ണിൻ്റെ ഉൾഭാഗത്തെ ആ ഒരു വൈറ്റ് പോർഷൻ നമുക്ക് ഒന്ന് ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് ആ ഒരു കളറിൽ ലൈറ്റ് കളർ ഷെയ്ഡിങ്സ് കൊടുക്കുക. നമ്മളെല്ലാ കൂട്ടുകാർക്കും തെറ്റിപ്പോകുന്നു വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ണ് വരക്കുമ്പോൾ വൈറ്റ് പോർഷൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കും നമ്മൾ വരക്കുന്നത്. അതൊക്കെ ഞാനങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ റിയലിസ്റ്റിക് ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. വൈറ്റായി ഒഴിച്ചു വിടാൻ പാടില്ല. നമുക്ക് ഫസ്റ്റായിട്ട് ലൈറ്റ് ഷെയ്ഡ്സ് കണ്ണിൻ്റെ പോളകൾക്കുള്ളിൽ നമുക്ക് ചെയ്യാം. പക്ഷേ കണ്ണിൻ്റെ ആകൃതി ഷേപ്പ് നമുക്കിവിടെ ഡാർക്ക് ഹാർഡ് ചാർക്കോൾ പെൻസിൽ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു വിടുക. ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് വരച്ച് വിടണം. പതുക്കെ പതുക്കെ ഇവിടെ ഷേഡോസ് എവിടേക്കാണോ ഡാർക്ക്നെസ് വേണ്ടത് അവിടേക്ക് ജസ്റ്റ് ഡാർക്ക്നെസ് കാണിച്ചിട്ട് ബാക്കി വരുന്ന അതായത് കണ്ണിൻ്റെ ഉള്ളത്തെ ആ റൗണ്ട് നമുക്ക് വരക്കാം. കണ്ണിൻ്റെ കൃഷ്ണമണി വരക്കാം. കണ്ണിൻ്റെ കൃഷ്ണമണി വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഒരു തിളക്കൊക്കെ വരുന്നുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിൽ കണ്ണാണ് വരക്കുന്നത്. ഫുള്ളായിട്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് ചാർക്കോൾ പൗഡർ വെച്ച് നമുക്കൊന്ന് ഡാർക്കൻ ചെയ്ത് വിടാം. അതിനുശേഷം ബാക്കി വരുന്ന കണ്ണിൻ്റെ ഉൾഭാഗത്ത് നമുക്കൊന്നുകൂടി ലൈറ്റായിട്ട് ഒന്ന് ബ്രഷ് വെച്ച് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുക. പിന്നെ കണ്ണിൻ്റെ ഒരാകൃതി വരച്ച് വിടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡാർക്കൻ ചെയ്യാം. അതായത് ഹാർഡ് ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഡാർക്കൻ ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഈ ഒരു താഴ്ഭാഗത്ത് കുറച്ച് ലൈറ്റ് ഷെയ്ഡോസാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന കണ്ണിൻ്റെ താഴോട്ടുള്ള ഭാഗം നമുക്ക് ജസ്റ്റ് വരച്ചിട്ട് ആ ഡാർക്ക്നെസ്സൊക്കെ നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാം. ഓക്കെ, റൈറ്റ് സൈഡിൽ കണ്ണ് ഏകദേശം തെറ്റുണ്ട്. പക്ഷേ നമുക്കിനി ഇതിപ്പോൾ 2D ആയിട്ടുള്ളൂ, നമുക്കിനി 3Dയിലേക്ക് ചെയ്യണം. അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഫീൽസ് നമുക്ക് കൊടുക്കണം കണ്ണ്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം? നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് ജെൽ പെന്നാണ്. അതുപോലെ തന്നെ പേപ്പർ സ്റ്റമ്പ് വെച്ച് നമുക്കിവിടെ ഈ കണ്ണിൻ്റെ കോർണറിലുള്ള ഏരിയാസൊക്കെ ജസ്റ്റ് നമുക്ക് സെറ്റാക്കി വിടാം. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ചെറിയ ഞരമ്പുകളൊക്കെ അതിൽ കാണിക്കാം. അത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതുപോലെ ഹൈലൈറ്റ്സിനായിട്ട് നമ്മുടെ വൈറ്റ് ജെൽ പെന്ന് യൂസ് ചെയ്തിട്ട് ആ തിളക്കം കാണിക്കാം. കണ്ണിൻ്റെ തിളക്കം കാട്ടുമ്പോൾ നമുക്കിപ്പോഴാണ് അതിൻ്റെ ചെറിയൊരു പൂർണ്ണമായിട്ടുള്ളൊരു കണ്ണിൻ്റെ റിയലിസ്റ്റിക് ഫീൽസ് നമുക്ക് കിട്ടുന്നത്. എവിടേക്കാണോ ലൈറ്റ് എഫക്റ്റ് കൊടുക്കേണ്ടത് അവിടേക്ക് കറക്റ്റായിട്ട് വൈറ്റ് ജെൽ പെൻ്റെ ഡോട്ട്സ് കൊടുക്കുമ്പോഴേക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക, കറക്റ്റായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത പോർഷൻസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ വരച്ചതിന് ശേഷം കമൻറ്റ് ബോക്സ് അറിയിക്കുക. അപ്പം നമുക്ക് കണ്ണിൻ്റെ റൈറ്റ് സൈഡിലെ പോർഷൻ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെ ബാക്കി വരുന്ന ഏരിയാസൊക്കെ നമുക്ക് ഷേഡോസിലൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം.
കണ്ണിൻ്റെ തിളക്കം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീൽസാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെ ഹെയറിൻ്റെ ചെയ്തു, അതുപോലെ തന്നെ കണ്ണിൻ്റെ ആ ഷേഡോസും ചെയ്തു. നമുക്ക് കണ്ണിൻ്റെ പിരികത്തിന് നമുക്ക് ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. വൈറ്റ് ഗ്ലാസ് മാർക്കേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ കണ്ണിൻ്റെ പിരികത്തിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ലൈറ്റായിട്ട് ലൈൻസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് റിയലിസ്റ്റിക്കായ നാച്ചുറൽ ലുക്ക് കിട്ടും. നമ്മളെ ഹെയറിൻ്റെയൊക്കെ ചെയ്തത് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് കട്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. പിന്നെ ബാക്കി വരുന്ന ഡീറ്റെയിൽസ് ആയിട്ടുള്ള ആ പിരികങ്ങൾ, പീലികൾ വരക്കാം. കണ്ണിൽ നിന്ന് തെറിച്ച് നിൽക്കുന്ന ചെറിയ ചെറിയ പീലികൾ കറക്റ്റായിട്ട് നല്ലപോലെ ഷാർപ്പൻ ചെയ്തതിന് ശേഷം മാത്രം വരക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ കണ്ണിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള ഏരിയാസ് വരക്കാം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ വൈറ്റ് ഗ്ലാസ് മാർക്കർ വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചിട്ട് ആ മൂക്കിൻ്റെ ഷേപ്സും അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴോട്ടുള്ള ഇരുണ്ട ഭാഗമൊക്കെ നമുക്കിവിടെ പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളായതുകൊണ്ട് തന്നെ നമുക്കിവിടെ മേക്കപ്പ് ബ്രഷ് വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെറിയ ചെറിയ പോർഷൻസൊക്കെ നമുക്ക് ഇവിടെ പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ചെറിയ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നതും ആണ് ഉപയോഗിക്കുന്നത്. ചെറിയ ചെറിയ പോയിൻ്റ് ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് 0 പോയിൻ്റ് അതുപോലെ തന്നെ 2 പോയിൻ്റൊക്കെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരു ഏരിയാസ് ചെറിയ നമുക്കിവിടെ ചാർക്കോൾ പൗഡർ ഉപയോഗിച്ചിട്ട് ഡാർക്ക്നെസ് വാല്യൂസ് നമുക്കിവിടെ കാണിക്കാം. അപ്പോൾ ഇതും കൂടെ കാട്ടുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. കണ്ണിൻ്റെ അപ്പർ പോർഷൻ ഓർ ലോ പോർഷൻ നമുക്കിവിടെ വരയ്ക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നെറ്റിയുടെ ഡാർക്ക്നെസ് ഏരിയ നമുക്കിവിടെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഏരിയാസൊക്കെ നമുക്കിവിടെ കറക്റ്റായി കാണിക്കാം. ചെറിയ നെറ്റിയുടെ ഈ ഒരു പോർഷൻസ് ഒന്നുകൂടി ഡാർക്കൻ ചെയ്യണം. അപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ ചെറുങ്ങനായിട്ട് ഞാൻ ഇവിടെ ചാർക്കോൾ പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഡാർക്കൻ ചെയ്യാം. നമുക്കിവിടെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സ്കിന്നിൻ്റെ ടെക്സ്ചേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻസ് നമുക്ക് നല്ലപോലെ ഫോക്കസും ചെയ്തിട്ട് ഷെയ്ഡിങ്സ് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ ഈ ഷെയ്ഡോസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കറക്റ്റായിട്ട് ഇവിടെ മേക്കപ്പ് ബ്രഷ് വെച്ച് നല്ലപോലെ സ്മഡ്ജ് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നെറ്റിയുടെ പോർഷൻസിലും അതുപോലെ തന്നെ ബാക്കി കണ്ണിൻ്റെ പോർഷൻസൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെയൊക്കെ നെറ്റിയുടെ ഓരോരോ പോർഷൻസ് നമുക്കിവിടെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാധാരണ ഒരു ഗ്രാഫൈറ്റ് പെൻസിലാണ്, 4B പെൻസിലാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ 4B പെൻസിൽ വെച്ച് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ചെറിയ ലൈൻസും ഡോട്ടുകളും വരച്ചു. പിന്നെ മോണോസീറോ എറേസർ വെച്ച് നമുക്ക് ഒന്നുകൂടി ആ മടക്കുകളും ആ ഷേഡോസും ഡോട്ടുകളും ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ മോണോസീറോ വെച്ച് ചെറിയ ഡോട്ടിട്ട് താഴോട്ടേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണുന്ന ഫോട്ടോ ഫുൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കിവിടെ ലൈറ്റ് എഫക്റ്റാണ് കിട്ടുക. ലൈറ്റ് എഫക്റ്റ് കിട്ടുമ്പോൾ നമുക്ക് നല്ല സ്കിൻ ടെക്സ്ചേഴ്സാണ് നമുക്കിവിടെ റെഡി ആവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പതുക്കെ മോണോസീറോ എറേസർ വെച്ചിട്ട് നമുക്ക് ലൈൻസ്, അതായത് ഡോട്ട് ഇട്ടിട്ട് നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം. നമുക്ക് നെറ്റിയുടെ ഭാഗം പതുക്കെ ഓരോരോ ഡോട്ട്സും വളരെ ശ്രദ്ധിച്ച് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാം. നമ്മൾ എത്രത്തോളം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നാൽ മാത്രമേ നമുക്കിവിടെ റിസൾട്ട് നല്ലതായി കിട്ടൂ. വളരെ സാവധാനം മോണോസീറോ എറേസർ വെച്ചിട്ട് കറക്റ്റായിട്ട് ഓരോരോ ഡോട്ടുകളും അതിൻ്റെ അകലങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഡോട്ടിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അധികം വലിയ ഡോട്ടുകളും വെക്കാൻ പാടില്ല. നെറ്റിക്ക് അനുസരിച്ചുള്ള ചെറിയ ഡോട്ടുകൾ, അതായത് സ്കിൻ ടെക്സ്ചേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പതുക്കെ ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന അധികമുള്ള ഭാഗമൊക്കെ നമുക്ക് ജസ്റ്റ് മേക്കപ്പ് ബ്രഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡ് ചെയ്ത് സ്മഡ്ജ് ചെയ്തിട്ട് കാണിക്കാം. അധികം വൈറ്റ് കാണിക്കാൻ പാടില്ല, ആ ഒരു സ്കിൻ ടെക്സ്ചേഴ്സും നമുക്ക് കാണിക്കണം. പിന്നെ നമുക്ക് പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് ഇതിൻ്റെ വൈറ്റ് നമ്മൾ കൊടുത്തതിൻ്റെ അടിയിലായിട്ട് ചെറിയ ഡോട്ട്സ് കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നാച്ചുറലായിട്ടുള്ള ലുക്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്ക് മേക്കപ്പ് ബ്രഷ് വെച്ച് നമുക്ക് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്ത് വിടുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അതായത് ഇപ്പോൾ ഒരു 2 അല്ലെങ്കിൽ 0 പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ജസ്റ്റ് ചെറിയ ഡോട്ട്സ് ഇടാം. ഡോട്ട്സ് എന്ന് വെച്ചാൽ നമുക്കിവിടെ വൈറ്റ് നമ്മൾ ഹൈലൈറ്റ്സ് കൊടുത്തതിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ ചാർക്കോൾ പൗഡർ എടുത്തിട്ട് ചെറിയ ഡോട്ട് കുത്തി ഇവിടെ വിടുക.
അപ്പോൾ നമുക്ക് ഒന്നുകൂടി നാച്ചുറൽ എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. പതുക്കെ പതുക്കെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ നമ്മൾ നല്ലൊരു ട്യൂട്ടോറിയലൊക്കെ ചെയ്യുമ്പോൾ ഇത് കാണാൻ ആർക്കും താല്പര്യമില്ല. ഇത് കാണുന്നത് 5, 6, 7 ആൾക്കാരായിരിക്കും. ഞാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ അടിപൊളിയായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഉപകാരപ്പെടുക. അപ്പോൾ നിങ്ങൾ വരക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാനുള്ള ഇഷ്ടമുള്ള ആൾക്കാരാണ് കൂടെ നിങ്ങളിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ കൂടെയുള്ള ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പഠിക്കാനുള്ള, അതുപോലെ തന്നെ ഇങ്ങനെ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഈ ഒരു വീഡിയോസ് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചാർക്കോൾ ഡ്രോയിങ് ചെയ്യാമെന്ന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തിട്ട് അതിൻ്റെ പോരായ്മകൾ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സ് അറിയിക്കുക. എനിക്ക് എന്താണ് വരക്കാൻ പറ്റാത്തത്, കണ്ണാണോ, അതുപോലെ തന്നെ ഹെയർ ആണോ, ബാക്കി വരുന്ന ഷെയ്ഡിങ്സ് ആണോ, അപ്പോൾ എല്ലാവരും നമുക്കിവിടെ ഷെയർ ചെയ്യാം. എന്നിട്ട് അതിനെ നമുക്ക് സൊല്യൂഷൻ നമുക്കിവിടെ കണ്ടെത്താവുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നെറ്റിയുടെ ഭാഗം നമുക്ക് ഒന്നുകൂടി നമുക്ക് സ്മഡ്ജ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് ഈ രണ്ട് സൈഡും കാണുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയി കാണുന്നില്ല. ആ റൈറ്റ് സൈഡിൽ കുറച്ചുകൂടി നമുക്ക് റിയലിസ്റ്റിക് ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ലെഫ്റ്റ് സൈഡത്തെ ഏരിയയും ജസ്റ്റ് ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി അടിപൊളിയാക്കിയിട്ട് എടുക്കാം. ഹൈലൈറ്റ്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ജസ്റ്റ് ഡോട്ട് ഇട്ടിട്ട് അത് ഫുൾ ഫില്ലപ്പ് ചെയ്യുക. കറക്റ്റായിട്ട് ആ ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ലൈറ്റ് ഷേഡോസൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് വൈറ്റ്സ് കുറച്ചും കൂടി അധികം ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെറിയ ഡോട്ട് ഇടുക. പതുക്കെ വേണം ടച്ച് സ്കിൻ ടെക്സ്ചേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ പതുക്കെ ഞാനിവിടെ ഓരോ ഡോട്ട്സ് ഇങ്ങനെ മോണോസീറ എറേസർ വെച്ചിട്ട് നമ്മളിവിടെ വൈറ്റ്സ് ഡോട്ട്സ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് കുത്തി ഞാൻ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ടെക്സ്ചേഴ്സ് ഫീൽ ചെയ്യും. അതായത് നമുക്ക് ദൂരത്ത് നോക്കുമ്പോൾ നല്ല റിയലിസ്റ്റിക് ലുക്കായിരിക്കും കിട്ടുക. അടുത്ത് നമുക്ക് കുറച്ച് ഡോട്ടും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും, പക്ഷേ നമുക്ക് ദൂരത്ത് നോക്കുമ്പോൾ നല്ല റിയലിസ്റ്റിക് ഫീൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് വരച്ച ശേഷം നിങ്ങൾക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ, നല്ലൊരു റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ടൈം ഏകദേശം നിങ്ങളെ ഒരു ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് ഒരു ദിവസം എങ്ങനെ എടുക്കും, ഒരു ദിവസം 2 ദിവസം എങ്ങനെ എടുക്കും. അപ്പോൾ നമ്മൾ ടൈം വളരെ ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ എത്രത്തോളം നമ്മൾ ടൈം ഉപയോഗിക്കുന്നു അത്രത്തോളം നമുക്ക് ആ ഒരു പിക്ചറിനുള്ള സാറ്റിസ്ഫാക്ഷൻ കൂടി വരും. അപ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു പ്രചോദനമായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ഇവിടെ പേപ്പർ സ്റ്റാമ്പൊക്കെ വെച്ച് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരൻ നമുക്ക് ടൂൾസും കാര്യങ്ങളും നമുക്ക് ഡൗട്ട് ഉണ്ട്, കമൻറ്റ് ബോക്സ് ഇരിക്കുക. ഇതേത് ടൂളാണ്, ഞാൻ ഇവിടെ ഹെയറിന് ഉപയോഗിച്ച ഏത് ടൂളാണ്, അതുപോലെ തന്നെ ബാക്കി വരുന്ന സ്കിൻ ടെക്സ്ചേഴ്സിന് യൂസ് ചെയ്ത ഏത് ടൂളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഞാൻ എഴുതി വിടാം. ഓക്കെ, അല്ല നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സ് അറിയിച്ചാൽ മതി. അപ്പോൾ അതിനുള്ള റീപ്ലൈ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ബാക്കി വരുന്ന ഭാഗം നമുക്കൊന്നുകൂടി നമുക്കിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ച് സ്മഡ്ജ് ചെയ്ത് വിടാം. ഓക്കെ, ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലത്തെ കണ്ണിലേക്ക് കിടക്കാം. ലെഫ്റ്റ് സൈഡിലത്തെ കണ്ണ് വരക്കുന്നത് ഞാനിവിടെ ഹാർഡ് ചാർക്കോൾ പെൻസിൽ നല്ലപോലെ ഷാർപ്പൺ ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു പോർഷൻസ് നമ്മൾ കണ്ണിൻ്റെ ആകൃതിയും കറക്റ്റായിട്ട് വരച്ചെടുക്കുകയാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഡാർക്കൺ ചെയ്ത് പതുക്കെ ചെയ്യുക. പെട്ടെന്ന് അധികം പ്രസ് ചെയ്യാൻ പെട്ടെന്ന് അതിന് മുന പൊട്ടാനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ തന്നെ അധികം പ്രസ് ചെയ്യാതെ ഒരു ലെവലിൽ പിടിച്ചിട്ട് കറക്റ്റായിട്ട് ആ കണ്ണിൻ്റെ ആകൃതി വരച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്ക് പ്രൊപ്പോർഷൻ വരയ്ക്കാൻ ഭയങ്കര ഡൗട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഡൗട്ട്ഫുള്ളുള്ള കൂട്ടുകാരാണെങ്കിൽ നമുക്ക് ഈ ചിത്രം വരയ്ക്കുന്നതിൻ്റെ വീഡിയോസ് ഞാൻ യൂട്യൂബ് ചാനലിലിട്ടുണ്ട്. ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ അടിപൊളിയായിട്ട് ചിത്രം വരച്ചെടുക്കാം. എന്നാൽ ഔട്ട്ലൈൻസിൻ്റെ കറക്റ്റായിട്ട് ഏത് ഗ്രിഡ് ആപ്പാണ് ഉപയോഗിക്കുന്നത്, എത്ര സെൻറ്റിമീറ്റർ വേണം, അതിന് ഒരു സ്ക്വയർ ഞാൻ മാക്സിമം 2 സെൻറ്റിമീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇത് A3 ഷീറ്റിൽ വരക്കുന്നത് എങ്ങനെ, അതുപോലെ തന്നെ A4 എങ്ങനെ വരക്കും, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നൊരു വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. ടൂൾസ് അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ. ഓക്കെ, കണ്ണിൻ്റെ സെയിം പ്രൊഫഷനിൽ ഞാൻ ഇവിടെ ബ്ലെൻഡ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ഉൾഭാഗത്ത് നമുക്ക് ഒന്നുകൂടി നമുക്കിവിടെ ഡാർക്കൻ ചെയ്തെടുക്കാം.
നമുക്ക് കണ്ണിൻ്റെ ഉള്ളത്തെ കൃഷ്ണമണി നമുക്കൊന്ന് അടിപൊളിയായിട്ട് റിയലിസ്റ്റിക്കായി ലുക്കിൽ കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഹാർഡ് പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ചാർക്കോൾ പെൻസിലിൻ്റെ ഹാർഡ് പെൻസിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സാധാരണ 3 ഗ്രേഡ്സിലാണ് ചാർക്കോൾ പെൻസിൽ കിട്ടാറുള്ളത്: മീഡിയം, ഹാർഡ്, സോഫ്റ്റ്. അപ്പോൾ അതിൽ ഹാർഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് നമുക്കിവിടെ സ്കിൻ ടോൺസൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചാർക്കോൾ പൗഡറാണ് യൂസ് ചെയ്യുന്നത് ബാക്കി സ്കിൻ ടോൺസിനൊക്കെ. അപ്പോൾ ഇവിടെ ബാക്കി വരുന്ന കണ്ണിൻ്റെ ഉൾഭാഗത്തെ ഡീറ്റെയിലിംഗ് വർക്കൊക്കെ ജസ്റ്റ് ഹാർഡ് ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കണം. പതുക്കെ പതുക്കെ കണ്ണിൻ്റെ കോർണർ ഏരിയക്കൊക്കെ സാവധാനം ഷെയ്ഡിങ്സിലൂടെ നമുക്ക് സെറ്റാക്കി എടുക്കാം. പിന്നെ ഉൾഭാഗത്തൊക്കെ ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ ഒരു പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു പോയിൻ്റ് ബ്രഷ്, അതായത് 0 അല്ലെങ്കിൽ 2 പോയിൻ്റ് വരുന്ന ഏതെങ്കിലും ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ മോണോ 0 എറേഴ്സ് വെച്ച് നമുക്ക് ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ കൊടുക്കാം. പിന്നെ നമുക്ക് ഒന്നുകൂടെ തിളക്കം കിട്ടാൻ വേണ്ടി കണ്ണിന് നമുക്ക് വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്യാം. ഞാനിവിടെ സക്കുറ എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു വൈറ്റ് ജെൽ പെന്നാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വൈറ്റ് ജെൽ പെന്ന് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, വൈറ്റ് ജെൽ പെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കാണാവുന്നതാണ്. കുറേ ക്വാണ്ടിറ്റിയിലുള്ള വൈറ്റ് ജെൽ പെൻ, അതായത് ചെറിയ ചെറിയ പോയിൻ്റ് സൈസ് മുതൽ 2-3 സൈസിലുള്ള വൈറ്റ് ജെൽ പെൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പാക്കറ്റായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റിയലിസ്റ്റിക് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബാക്കി വരുന്ന ഭാഗമൊക്കെ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുന്നുണ്ട്. മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ചെറുങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ നമുക്ക് ഒന്നുകൂടി ഹാർഡ് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി നമുക്കിവിടെ കണ്ണിൻ്റെ ഫിനിഷിങ് വർക്കായിട്ട് നമുക്കിവിടെ സെറ്റാക്കി എടുക്കാം. കണ്ണിൻ്റെ റൗണ്ട് ഷേപ്പൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ബാക്കി വരുന്ന ഡാർക്ക്നെസ് പോർഷൻ റെഡിയാക്കി എടുക്കാം. പതുക്കെ പതുക്കെ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എന്നാൽ മാത്രം നമുക്ക് ആ ഫൈനൽ ഔട്ട്പുട്ട് അത്രയും നല്ല കിട്ടിയതിനായിട്ട് നല്ലൊരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമയോടുകൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ആദ്യം, അപ്പോൾ ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുകൾ അയച്ചു കൊടുക്കുക ഈ വീഡിയോ. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആവും. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് വീഡിയോസ് നമ്മളെ വെക്കേഷൻ ടൈമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പ്രാക്ടീസ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനും ഇതുപോലെ തന്നെയാണ്. ഞാനും മോട്ടിവേഷനൊക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോസും എല്ലാം കണ്ടിട്ട് തന്നെയാണ് നമ്മളും കുറച്ചൊരു ലെവലിലെത്തിയത്. ഞാനും ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ പഠിക്കാൻ പോയിരുന്നു ഡ്രോയിങ്. അതൊരു 6th ക്ലാസ്സിൽ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു 3-4 മാസം പോയി. പിന്നെ അതിന് ശേഷം പിന്നെ അവിടെ നിന്ന് മുങ്ങി. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് പഠിച്ച് റിക്കവറി ആയി. നമ്മൾ അതിനോട് ഒരു ഇൻസ്പിറേഷൻ കൂടി വരച്ചിട്ടുള്ള ഒരു എഫേർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, അതിലൊക്കെ ഒരു പാഷൻ വന്നു നമുക്കിങ്ങനെ വരയ്ക്കാനുള്ളത് ഒരു ത്വര. പിന്നെ ബാക്കി വരുന്ന ഈ മൂക്കിൻ്റെ പോർഷൻ നോക്കുക. മൂക്കിൻ്റെ ഇവിടെ നല്ല ഡാർക്ക്നെസ് ആണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിലെ റെഫറൻസ് പിക്ചർ നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നമുക്ക് ഡാർക്ക്നെസ്സിൽ നമുക്കിവിടെ ചാർക്കോൾ പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ കണ്ണിൻ്റെ താഴ്ഭാഗത്തെ ഒരു ഏരിയ ലൈറ്റായിട്ട് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് ചെയ്യാം. പിന്നെ ആ ഫോൾഡിങ്സ് കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി അതിന് ജസ്റ്റ് മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷെയ്ഡ് എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലത്തെ കണ്ണും സെയിം കുറച്ച് ഡാർക്ക്നെസ് ആക്കിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ ഇവിടെ വീഡിയോസ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണോ ഷെയ്ഡിങ്സിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കണ്ണുകൾ എങ്ങനെ വരക്കാം, അതുപോലെ തന്നെ മൂക്ക് എങ്ങനെ വരക്കാം, ലിപ്പ് എങ്ങനെ വരക്കാം, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നാൽ മാത്രമേ എനിക്ക് എത്രത്തോളം ആൾക്കാർക്ക് ഏതൊക്കെയാണോ ടോപ്പിക്ക് വേണ്ടതെന്ന് എനിക്കറിയാൻ പറ്റൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈക്കൊക്കെ ചെയ്യാവുന്നതാണ്, പിന്നെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നോക്കുക, ശ്രദ്ധിച്ച് ഇത് ഹൈലൈറ്റ്സ് ഉണ്ടാവും കണ്ണിൻ്റെ ആ ഒരു പോർഷനത്തിൽ നല്ല വൈറ്റ് ജെൽപ്പിന് ഞാൻ ഹൈലൈറ്റ്സ് കൊടുത്തു. അപ്പോൾ ഒന്നുകൂടി റിയലിസ്റ്റിക് ആകുന്നു. പിന്നെ ബാക്കി വരുന്ന പോർഷൻസ് ജസ്റ്റ് ഡാർക്ക് പെൻസിൽ, അതായത് ഡാർക്ക് ഹാർഡ് ചാർക്കോൾ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഏരിയാസൊക്കെ ജസ്റ്റ് വരച്ച് വിടുന്നുണ്ട്. പിരികത്തിൻ്റെ ആ ഒരു ഏരിയ ആണ്. പോളയുടെ ഭാഗം ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്ത് ഇവിടുന്ന് ലൈറ്റായിട്ട് കാണിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളെ റൈറ്റ് സൈഡിലെ കവിൾ ഭാഗം ഏകദേശം നമുക്ക് പ്ലെയിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹൈലൈറ്റ്സും കാര്യമൊക്കെ ഡീറ്റെയിലിംഗ് കൊടുക്കാനുണ്ട്. പിന്നെ ബാക്കി വരുന്ന മൂക്കിൻ്റെ പോർഷൻസാണ് സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ മേക്കപ്പ് ബ്രഷ് വെച്ച് തന്നെയാണ് ഫുള്ളായിട്ട് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഫുള്ളായിട്ട് ആ ഒരു ഷേപ്പ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്.
മൂക്കിൽ തന്നെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ചെറിയ 2 ഡോട്ടുകൾ എവിടേക്കാണോ ഡാർക്ക്നെസ് വേണ്ടത് ഷേപ്പ് ഔട്ട് ആവാതെ അതേ അത് നോക്കിയിട്ട് തന്നെ മേക്കപ്പ് ബ്രഷ് വെച്ച് 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 പതുക്കെ പതുക്കെ ഷേഡോസ് കൊണ്ടുവന്ന് ആ മൂക്കിൻ്റെ ആകൃതി നമ്മൾ ആ ഷേഡോസിലൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഹാർഡ് പെൻസിൽ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി ആ മൂക്കിൻ്റെ ഈ ഒരു പോർഷൻസ് കുറച്ച് ഡാർക്കാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻസ് നമുക്ക് കറക്റ്റായിട്ട് ഡാർക്കൻ ചെയ്യാം. ലൈറ്റായിട്ട് ഇവിടെ വരച്ച് വിടുക. അതിനുശേഷം മേക്കപ്പ് ബ്രഷ് വെച്ചൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുകയാണ് ചെയ്യേണ്ടത്. ആ മൂക്കിൻ്റെ ഷേപ്പ് ഔട്ട് ആവാതെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇവിടെ പതുക്കെ പതുക്കെ ഞാൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ലൈറ്റായിട്ട് നീർത്തിട്ട് ആ നീണ്ടു നിൽക്കുന്ന ആ ഒരു മൂക്കിൻ്റെ ആകൃതി നമ്മൾ വരയ്ക്കുക. ബാക്കി ഈ ഒരു ഷെയ്ഡ് ഭാഗമൊക്കെ നമുക്ക് മേക്കപ്പ് ബ്രഷ് നമുക്കൊന്നുകൂടി ബ്ലെൻഡ് ചെയ്ത് വിടാം. ഇനി നമുക്കിവിടെ ഈ ഒരു പോർഷനൊക്കെ കുറച്ച് ഡാർക്കാണ്, അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഷേഡോസ് കിട്ടിയിട്ടുണ്ട്. ബേസിക്കായിട്ട് ബേസ് ലെയറായിട്ട് നമുക്കിവിടെ മൂക്കിൻ്റെ ആകൃതി കിട്ടി. ഇനി നമുക്ക് ഒന്നുകൂടി നമുക്ക് ഇതിന് കൂടെ ഡാർക്ക്നെസ് കയറ്റാനുണ്ട്. എന്നാൽ മാത്രമേ നമുക്കിവിടെ റെഡി ആവുള്ളൂ. നമുക്ക് ഇവിടെ ഈ ഒരു വളഞ്ഞു നിൽക്കുന്ന ഒരു പോർഷൻസ് നമുക്ക് ഒന്നുകൂടി ഡാർക്കൻ ചെയ്യാം. അപ്പോൾ നോക്കുക, നമുക്ക് ഏകദേശം നല്ലൊരു കിണ്ണം എഫക്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അടിപൊളി, സൂപ്പർ, പറയാനില്ല. നമുക്ക് ഈ ഒരു ഭാഗം നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഇവിടെ ജസ്റ്റ് ഒരു ഉണ്ട ഷേപ്പ് ജസ്റ്റ് ഷേഡോസ് കൊടുത്ത് മൂക്കിൻ്റെ ആകൃതി അതുപോലെ തെറ്റാതെ കറക്റ്റായിട്ട് ഡാർക്ക് ലൈറ്റ് എന്ന രീതിയിൽ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻസ് ഡാർക്ക് ഷേഡോസ് പതുക്കെ പതുക്കെ കൊണ്ടുവരിക. നിങ്ങൾ പെട്ടെന്നായിട്ട് ഫുള്ളായിട്ട് ഡാർക്ക് അടിക്കാൻ പാടില്ല. പതുക്കെ പതുക്കെ ഇങ്ങനെ ഉരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയറും നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈലൈറ്റ്സ് ആയിട്ട് കൊടുക്കാം. നമ്മളിവിടെ 1 എറേഴ്സ് വെച്ച് ചെറിയ ചെറിയ ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി എടുക്കാം. മൂക്കിൽ നിൽക്കുന്ന ആ വൈറ്റ് പോർഷൻസാണ് ഞാനിവിടെ വരക്കുന്നത്. ആ സ്കിൻ ടെക്സ്ചേഴ്സോട് കൂടി ആ വൈറ്റ് പോർഷൻസ് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബാക്കി ഈ ഒരു പോർഷൻസിൽ ചെറിയ 2-3 തിളക്കമുണ്ട്. അപ്പോൾ അതും നമ്മൾ നോക്കിയിട്ട് അതേ ഏരിയയിൽ ജസ്റ്റ് തിളക്കം കാണിക്കുന്നു. ബാക്കി ഇവിടെയൊക്കെ ചെറിയൊരു ഡോട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഇവിടെ ചെറിയൊരു നല്ലൊരു ലുക്കാണ് വരുന്നത്. ഇവിടേക്ക് ഹൈലൈറ്റ്സ് വിട്ട് പോവാതെ കറക്റ്റായിട്ട് ആ വൈറ്റ് പോർഷൻസ് എങ്ങനെയായാലും കൊടുക്കണം കേട്ടോ. ഹൈലൈറ്റ്സ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ പിക്ചറിന് റിയാലിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ ഡാർക്ക്നെസ്സും ലൈറ്റ്നെസ്സും കൊടുക്കുമ്പോഴാണ് ആ ഒരു പിക്ചർ നമുക്ക് 3D ആയിട്ട് കിട്ടുന്നത്. നമ്മൾ പ്ലെയിൻ ആയിട്ട് ഷെയ്ഡിങ് ചെയ്യുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള 2D വർക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമുക്കൊരു 3D വർക്കാണ് കിട്ടുന്നത്. നമ്മൾ എന്ത് നോക്കിയാലും നമുക്ക് പേപ്പറിൽ നിന്ന് എടുത്ത് കാണിക്കുന്ന ലെവലിലാണ് നമുക്കിവിടെ കാണുന്നത്. ഇപ്പോൾ നമുക്കിവിടെ പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് നമുക്ക് സ്കിൻ ടെക്സ്ചേഴ്സ് വരക്കാം. അതുപോലത്തെ മൂക്കിലുള്ള ചെറിയ ചെറിയ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പേപ്പർ സ്റ്റമ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടെക്സ്ചേഴ്സ് രൂപപ്പെടുന്നതായിരിക്കും. മൂക്കിൽ ആ ഒരു പോർഷൻസൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്ചേഴ്സ് കിട്ടുന്നതായിരിക്കും. പതുക്കെ പതുക്കെ ഡോട്ട് ഇടുക. അപ്പോൾ നമുക്കൊരു ചെറിയൊരു മൂക്കിൻ്റെ ആ സ്കിൻ ടെക്സ്ചേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻസിൽ ജസ്റ്റ് ഹൈലൈറ്റ്സ് കൊടുക്കുക. കണ്ണിൻ്റെ പോർഷൻസും അതുപോലെ പോളയുടെ പോർഷൻസും ജസ്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് ചെറിയ ചെറിയ ഡോട്ടുകൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ടെക്സ്ചേഴ്സ് അവിടെയും രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കവിളിൻ്റെ ഭാഗത്ത് ഇവിടെ ഈ ഒരു പോർഷൻസും ലൈറ്റ് എഫക്റ്റ് എവിടേക്കാണോ അടിക്കുന്നത് അതേ ലെവലിൽ ഇവിടെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ചെറിയ ചെറിയ ഡോട്ട് അടുത്തടുത്തായിട്ടുള്ള ചെറിയ ചെറിയ ഡോട്ട് ഇടുക. അപ്പോൾ സ്കിൻ ആ ഒരു ടൈപ്പ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ബാക്കി വരുന്ന ഭാഗത്ത് സെയിം ആയിട്ടുള്ള പേപ്പർ സ്റ്റാമ്പ് വെച്ച് ചെറിയ ചെറിയ ഡോട്ട് ഇടുക. ചെറിയ ചാർക്കോൾ മുക്കിയിട്ട് ചെറിയ ചെറിയ ഡോട്ട് ഇങ്ങനെ കുത്തി കുത്തി വിടുക. ആ വൈറ്റിൻ്റെ താഴെ തന്നെ കുത്താൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്കൊരു ലുക്ക് കിട്ടുള്ളൂ. ഇവിടെയൊക്കെ ആ സ്കിൻ ടെക്സ്ചേഴ്സ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. 3D ആയിട്ടുള്ള ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മൂക്കിന്ന് താഴോട്ടുള്ള ഭാഗം, അതായത് നമുക്കിവിടെ ചിരിക്കുമ്പോൾ ആ ചിരിയുടെ ആ ഒരു മടക്ക് അത് ജസ്റ്റ് വരയ്ക്കുന്നുണ്ട്. അത് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ബ്രഷ് വെച്ച് ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ നമുക്കിനി താഴോട്ടുള്ള ഭാഗം നമുക്ക് റെഡിയാക്കി എടുക്കാം. ചുണ്ടുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ മീശകൾ അതുപോലെ തന്നെ താടിയുടെ പോർഷൻസ് അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. ഇവിടെ ചാർക്കോൾ പെൻസിൽ സോഫ്റ്റ് ചാർക്കോളാണ്. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ പിരികത്തിൻ്റെ ആ ഒരു ആ മടക്കിൻ്റെ ഡയറക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻസിലൂടെ കാണിക്കുകയാണ്. ഔട്ട്ലൈൻ കാണിച്ച ശേഷം നമ്മളിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും. ആ ചെറിയ ചെറിയ മടക്കളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഇനി നമുക്ക് മേക്കപ്പ് ബ്രഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പം നമുക്ക് ആ മടക്ക് നമുക്കൊന്നുകൂടി ഒന്ന് റിയലിസ്റ്റിക് ആക്കാനുണ്ട്, അതാക്കാം. നമുക്കിപ്പോൾ വലിയ ഏരിയ ഒന്ന് കവർ ചെയ്യാം. ഈ കഴുത്തിൻ്റെ ഭാഗം നമുക്ക് വലിയൊരു മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഫുള്ളായിട്ട് സ്മൂത്ത് ചെയ്തെടുക്കാം.
കഴുത്തിൻ്റെ ഭാഗത്ത് നല്ലപോലെ ഫസ്റ്റ് ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് ഇവിടെ ബാക്കി വരുന്ന ഭാഗം ഒന്നുകൂടി ലൈറ്റ്സ് ഉള്ള ഭാഗം അങ്ങനെ ഈ ബ്രഷ് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് ആ ഒരു പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ആ ലൈറ്റുള്ള ഏരിയാസ് ജസ്റ്റ് ഈ ഒരു ബ്രഷ് കൊണ്ട് തന്നെ നമുക്കൊരു റെഡിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയറിൽ നമുക്ക് വീണ്ടും നമുക്ക് ചാർക്കോൾ പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടി നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ബേസായിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ചാർക്കോൾ പൗഡർ വെച്ചിട്ട് നമുക്കിവിടെ ബേസായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹൈലൈറ്റ്സ് ഡീറ്റെയിൽ വർക്കിന് ചെറിയ പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗമൊക്കെ നല്ല ഒരു ഫോൾഡിംഗ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ജസ്റ്റ് ചെറിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബ്ലെൻഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ പോയിൻ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. പോയിൻ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് മൂക്കിന് താഴോട്ടുള്ള ആ ഒരു പോർഷൻസൊക്കെ കറക്റ്റായിട്ട് ഇവിടെ സ്മഡ്ജ് എടുക്കുക. അതായത് മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് പതിയെ നമുക്കിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പതുക്കെ ഈ ഒരു പോർഷൻസൊക്കെ റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ കവിളിൻ്റെ മടങ്ങിയ ഭാഗമൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. മൂക്കിൻ്റെ പോർഷൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. മൂക്കിൻ്റെ ആ ഒരു ആകൃതി കറക്റ്റായിട്ട് ഇവിടെ ഡാർക്ക്നെസ് ആയിട്ടുള്ള ഒരു ചാർക്കോൾ പൗഡർ വെച്ചിട്ട് റെഡിയാക്കിയിട്ട് പിന്നെ ഈ ഒരു ചുണ്ടിൻ്റെ പോർഷൻസ് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് മുകളിലത്തെ ആ ഒരു ഏരിയാസൊക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വിടാം. ഫസ്റ്റായിട്ട് ഈ ഒരു പോർഷൻസൊക്കെ ആ മടക്കുകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പതിയെ മേക്കപ്പ് ബ്രഷ് വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കവിളിൻ്റെ ആ ഒരു ഭാഗത്തെ മടക്ക് അതും നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം. അതും നമ്മളിവിടെ കുറച്ച് ചാർക്കോൾ പൗഡർ ഒന്നുകൂടി എടുത്തിട്ട് നമുക്ക് ഡാർക്ക്നെസ്സുള്ള ഏരിയാസ് ഫോൾഡിങ്സൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻസ് നമുക്ക് നല്ലോണം കുറച്ച് ഡാർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടി ചാർക്കോൾ പൗഡർ എടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നാളെ കുറച്ചുകൂടി വലിയൊരു മേക്കപ്പ് ബ്രഷാണ് എടുക്കുന്നത്. നമുക്ക് ചെറിയ ബ്രഷ് എടുക്കുമ്പോൾ നമുക്ക് കുറേ ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വലിപ്പം കൂടിയ ഒരു മേക്കപ്പ് ബ്രഷ് എടുത്തിട്ട് നമുക്കിവിടെ ഈ ഒരു പൊസിഷൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. താടിയുടെ പൊസിഷൻസ് പതുക്കെ റെഡിയാക്കി എടുക്കാം. മൂക്കിൽ നിന്ന് വരുന്ന ആ ഷേഡോസും കാര്യങ്ങളൊക്കെ താഴോട്ടുള്ള ഷേഡോസ് നമുക്കൊന്നുകൂടി റിയലിസ്റ്റിക്കായിട്ട് റെഡിയാക്കി എടുക്കാം. താഴോട്ട് വരുന്നത് അത് നമ്മൾ പതുക്കെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു കവിളിൻ്റെ പോർഷൻസ് പതുക്കെ നമുക്ക് ഷേഡോസ് സെക്കൻഡ് ലെയർ മാറി ഇവിടെ ചാർക്കോൾ പൗഡർ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി നമുക്ക് സെറ്റാക്കി എടുക്കാം. കണ്ണിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മൂക്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ജോയിൻറ്റ്സ് നമുക്കിവിടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ താഴോട്ടുള്ള ഭാഗം കഴുത്തിൻ്റെ ഭാഗവും സെയിം ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പതുക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോർഷൻസ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡാർക്കൻ ചെയ്യേണ്ടിട്ട് എന്നിട്ട് മാത്രമേ നമുക്കിവിടെ ഹൈലൈറ്റ്സും ഡീറ്റെയിലിംഗ് വർക്കൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് ഒന്നുകൂടി ഡാർക്ക്നെസ് എടുത്തിട്ട് ചാർക്കോൾ പൗഡർ നല്ലപോലെ ഡാർക്കൻ ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള ഷേപ്പ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഷേഡോസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എത്രത്തോളം ക്ഷമയോടെ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്കിവിടെ സക്സസ് ആയിട്ട് നമുക്കിവിടെ പിക്ചർ റെഡിയാകുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് നമുക്ക് ഫ്ലോപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്ന ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിയലിസ്റ്റിക് ഡ്രോയിങ് വരയ്ക്കാൻ ഈസി ആയിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കണം. നിങ്ങൾ വരച്ചതിന് ശേഷം അറിയിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ റെഫറൻസ് പിക്ചർ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഇതിൽ യൂട്യൂബിൻ്റെ ലിങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ഒരു ഫോട്ടോസ് വരക്കണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വരക്കാമെന്ന് വെച്ചാൽ അത് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അല്ലാണ്ട് ഞാൻ ഇതിൻ്റെ ഔട്ട്ലൈൻസൊക്കെ വരച്ച വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനും കൂടെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. എങ്ങനെ വരക്കാം, എങ്ങനെ ഗ്രിഡ് ഇടാം, എങ്ങനെ വരക്കാം എന്നൊക്കെ ഐഡിയാസ് നിങ്ങൾക്ക് സൂപ്പറായി കിട്ടും. ഈ ചുണ്ടിൻ്റെ താഴ്ഭാഗത്തുള്ള ആ ഒരു പോർഷൻസ് നമുക്ക് പതിയെ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇവിടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവിടെ കട്ടിങ് ഒക്കെ ഉണ്ട് താടിയുടെ ഭാഗം. അപ്പോൾ അതും നമുക്ക് റെഡിയാക്കി എടുക്കണം, സെറ്റാക്കി എടുക്കണം. ഇവിടെ ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന്
ലെയർസ് ഫുൾ ബ്ലെൻഡ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിവിടെ ബ്ലെൻഡിങ് ഫസ്റ്റ് ലെവൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെവലിലേക്ക് പോകാം. സെക്കൻഡ് ലെവലിൽ ഇവിടെ നമുക്ക് ചുണ്ടിൻ്റെ അതുപോലെ തന്നെ ഒരു പോർഷൻസൊക്കെ ചെറിയ ഒരു ഷേഡോസ് കൊടുക്കാം. അതായത് നമുക്കിവിടെ സോഫ്റ്റ് ചാർക്കോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുണ്ടിൻ്റെ ആകൃതി ഒന്ന് വരക്കാം. മൂക്കൊന്ന് ഇങ്ങോട്ടുള്ള അതേ പോർഷൻസ് നമ്മൾ തെറ്റിപ്പോകാതെ കറക്റ്റായിട്ട് വരക്കാൻ ശ്രമിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ മടങ്ങിയിട്ടുള്ള ഒരു ഷേപ്പ് ഔട്ടാവാതെ കറക്റ്റായിട്ട് വരക്കണം. നോക്കുക, നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ വരക്കാൻ ശ്രമിക്കുകയാണ്. കറക്റ്റായിട്ട് ഇവിടെ ഡാർക്കൻ ചെയ്തെടുക്കുക. ഓക്കെ, നമുക്കിവിടെ മുകൾ ഭാഗത്തെ ഒരു ചുണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി വരുന്ന ചുണ്ടിൻ്റെ ഒരു ഷേപ്പാണ് നമുക്കിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഈ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ബാക്കിയുള്ള ഷേഡോസ് ഏരിയാസ് നമുക്കിവിടെ റെഡിയാക്കിയിട്ട് തന്നെ കൊണ്ടുപോകാം. പതുക്കെ ഇവിടെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു പോർഷൻസ് കുറച്ച് ലൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ആവുന്നുണ്ട്. സൂപ്പറായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ റെഫറൻസ് പിക്ചറുമായിട്ട് നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ വരക്കാൻ ശ്രമിക്കുക. സൂപ്പറായിട്ടുണ്ട് ഇപ്പോൾ കാണാൻ. ഓക്കെ, ഇനി ബാക്കി വരുന്ന ഈ ഒരു പോർഷൻസൊക്കെ ഹൈലൈറ്റ്സും ഡെപ്തും ആ കുഴികളൊക്കെ നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം. ചെറിയ പോയിൻ്റ് ബ്രഷ് വെച്ചിട്ട് ഞാൻ ഇവിടെ ചെറിയ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ ചെറിയ ബ്രഷ് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഇനി ബാക്കി വരുന്ന ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുള്ള മൂക്കിൻ്റെ പോർഷൻസൊക്കെ നമ്മളിവിടെ പേപ്പർ സ്റ്റമ്പ് വെച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹാർഡ് ചാർക്കോൾ വെച്ച് ഒന്നുകൂടി ഫിനിഷിംഗ് ആയിട്ടുള്ള മൂക്കിൻ്റെ ആകൃതി ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്. പിന്നെ ഉൾഭാഗത്തെ ആ ഒരു ഷേഡോസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതും നമ്മൾ കറക്റ്റായിട്ട് ഷെയ്ഡിങ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ അതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഉൾഭാഗത്തെ അതുപോലെ തന്നെ ഈ ഒരു ഷേഡോസ് ഇവിടുന്ന് മൂക്കുന്ന് ഇങ്ങോട്ടുള്ള ഷേഡോസും കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. പിന്നെ ഡോട്ട്സ് എടുക്കുക. അത് മീശയുടെ ചെറിയ ഷേവ് ചെയ്ത ഒരു പോർഷൻസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെറിയ ഡോട്ട് ഇട്ടിട്ട് അതുപോലെ തന്നെ കാണിക്കാം. എന്നാലും നമുക്ക് റിയലിസ്റ്റിക് ലുക്ക് കിട്ടുള്ളൂ. ചെറിയ മീശകളൊക്കെ കറക്റ്റായിട്ട് കുത്തു ഇട്ടിട്ട് ഇപ്പോൾ ഇവിടെ പേപ്പർ സ്റ്റമ്പും ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി ഈ ഒരു പോർഷൻസൊക്കെ പേപ്പർ സ്റ്റമ്പ് ഉപയോഗിക്കുന്നു. കറക്റ്റായിട്ട് പേപ്പർ സ്റ്റമ്പ് വെച്ച് ഡോട്ട് ഇടുക. ഡോട്ട് ഇട്ടിട്ട് പതുക്കെ ഞാനിവിടെ ഡോട്ട് ഇടുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വളരെ സാവധാനമാണ് ഈ പ്രോസസ്സ് ചെയ്യാൻ. വളരെ സാവധാനം ഞാനിവിടെ ശ്രദ്ധിച്ച് നോക്കി അടുത്തടുത്ത് ചെറിയ ഡോട്ട്സ് ഇടുന്നുണ്ട്. നമുക്ക് ഇരുണ്ട ഏരിയയിലൊക്കെ നമുക്ക് ഹാർഡ് ചാർക്കോൾ വെച്ച് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള പോർഷൻസൊക്കെ ജസ്റ്റ് പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് നമുക്ക് ഡോട്ട്സ് എടുക്കാം. സ്കിൻ ടെക്സ്ചേഴ്സും ആവും. അതുപോലെ തന്നെ മീശയുടെ ആ ഒരു പോർഷൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും അടിപൊളിയായിട്ട്. പിന്നെ മേക്കപ്പ് ബ്രഷ് വെച്ച് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുക. സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ നല്ല ലുക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് താഴോട്ട് വരുന്ന ആ ഒരു ചുണ്ടിൻ്റെ പോർഷൻസ് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇവിടെയും കുറച്ച് ഡാർക്ക്നെസ് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ ഡാർക്ക്നെസ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻസ് ഈ റൈറ്റ് സൈഡിലെ ഈ ഒരു പോർഷൻസും ജസ്റ്റ് ഒരു ഷേഡോസ് അതായത് പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് ചെറിയ ഡോട്ട്സൊക്കെ ഇടുക. അപ്പോൾ എവിടേക്കാണ് ഡോട്ട്സ് ഉള്ളത് നോക്കിയിട്ട് ചുണ്ടിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ഉള്ളത് വരകൾ